സ്നേഹമുള്ളവരെ, ഇന്ന് നാം തീർത്ഥയാത്രയ്ക്കായിട്ട് എത്തിയിരിക്കുക റോമിലെ വിശുദ്ധ പൗലോസ്ലീഹായെ ശിരച്ഛേദനം ചെയ്ത സ്ഥലത്താണ്. ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് റോം വത്തിക്കാൻ കാത്തലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറിയത്, എന്തുകൊണ്ടാണ് മാർപ്പാപ്പമാർ റോമിൽ താമസിക്കുന്നതെന്നൊക്കെ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഏറ്റവും ലളിതമായിട്ട് ആത്മീയമായിട്ടൊരു ഉത്തരവെന്ന് പറയുന്നത്, ഈശോ സഭയുടെ തലവനായി നിയമിച്ച പത്രോസ്ലീഹ രക്തസാക്ഷിത്വം വഹിച്ചതും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇവിടെയാണ്. മാത്രമല്ല, സഭയുടെ 2 നെടുംതൂണുകളിൽ ഒരാളായ വിശുദ്ധ പൗലോസ്ലീഹായും രക്തസാക്ഷിത്വം വഹിച്ച് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് റോമിലാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെയും വിശുദ്ധ പൗലോസ്ലീഹായുടെയും കബറിടങ്ങൾ ഉൾക്കൊള്ളുന്ന സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾ ബസിലിക്ക മുൻ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഏകദേശം 4 നൂറ്റാണ്ടുകളോളം സഭ റോമിൽ പീഡനം അനുഭവിച്ചു. ഇത് കൊളോസിയം, ഇത് ക്രൈസ്തവരെ പീഡിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രാത്രികളിൽ ക്രൈസ്തവർ ഇവിടെ വിളക്ക് കാലുകളായി നിന്ന് കത്തി അമർന്നിട്ടുണ്ട്. കുറേ ക്രൈസ്തവരെ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ടിട്ട് കൊടുത്തു. മറ്റു ചിലരെ ഈശോയെ പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടു. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ സഭ തളരാതെ ഇവിടെ തഴച്ചു വളർന്നു. പ്രിയപ്പെട്ടവരെ, റോമിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ലൗറന്തീന. അവിടെയാണ് വിശുദ്ധ പൗലോസ്ലീഹ ശിരച്ഛേദനം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായത്. ഈ റോഡിന് നടുവിലൂടെ ഓടുന്ന ട്രാം വഴിയോ അല്ലെങ്കിൽ ബസ്സുകൾ വഴിയോ ഏറ്റവും എളുപ്പത്തിൽ ഭൂമിയുടെ 1-2 കിലോമീറ്റർ അടിയിലൂടെ ഓടുന്ന മെട്രോ, റോമിൽ ABC 3 മെട്രോകളുണ്ട്, അതുവഴിയോ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാവുന്നതാണ്. നമ്മളിതാ ലൗറന്തീനയ്ക്കടുത്തുള്ള ത്രേ ഫോന്താനെ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ പൗലോസ്ലീഹ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടതും പിന്നീട് ശിരച്ഛേദനം ചെയ്യപ്പെടാനായിട്ടിടയായത് സ്ഥലം. ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിച്ച വിശുദ്ധ പൗലോസ്ലീഹായുടെ നാവിലും നടത്തത്തിലും യാത്രയിലും യാമങ്ങളിലും എന്നും എപ്പോഴും ക്രിസ്തു മാത്രമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുക, ഇറ്റ് ഈസ് നോട്ട് ഐ ഹു ലീവ്, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ലീവ്സ് ഇൻ മീ. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹായെ ചങ്ങലകളാൽ ബന്ധിച്ച് തുറങ്കലിൽ അടച്ച സ്ഥലം. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു ദേവാലയമാണ് കാണുക. ഇത് പിന്നീട് പണിയപ്പെട്ട ദേവാലയം. ഇതിനുള്ളിലെ ചെറിയ ഒരു റൂമിലാണ് വിശുദ്ധ പൗലോസ്ലീഹായെ തടങ്കലിൽ അടച്ചത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ, അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ഒരു ദേവാലയം, അവിടെ വെച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ശിരസ് ഛേദിച്ചത്. നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹായും വിശുദ്ധ പൗലോസ്ലീഹായുമാണ് സഭയുടെ നെടും തൂണുകൾ. സഭയുടെ ആദ്യത്തെ നേതാവായിട്ട് ലീഡറായിട്ട് ഈശോ നിയമിച്ചത് വിശുദ്ധ പത്രോസ്ലീഹായെയാണ്. എന്നാൽ ഇന്ന് കാണുന്ന സഭയ്ക്കുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്ക്, സംവിധാനത്തിലേക്കൊക്കെ ഇതിനെ എത്തിക്കാനായിട്ട് വിശുദ്ധ പൗലോസ്ലീഹായും വിശുദ്ധ പത്രോസ്ലീഹായുടെ കൂടെ ഒത്തിരി അധ്വാനിച്ചു. എത്ര തത്വശാസ്ത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടുമാണ് ക്രൈസ്തവ വിശ്വാസത്തെ തൻ്റെ ലേഖനങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ അവതരിപ്പിക്കുക. തൻ്റെ ഈടുറ്റ ലേഖനങ്ങൾ, ഈശോയോടുള്ള സ്നേഹം, വിശ്വാസം, അതെങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ് തൻ്റെ ലേഖനങ്ങളിൽ. ഇവിടെ വെച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്ന, ശിരച്ഛേദനം ചെയ്യപ്പെടുക. തീഷ്ണത നിറഞ്ഞ ജീവിതം, ക്രിസ്തുവിന് വേണ്ടി കത്തിജ്വലിച്ച ആ ജീവിതം, അത് ആ ശിരസ് ഛേദിച്ചപ്പോൾ അത് 3 തവണ കുതിച്ച് ചാടി. തീഷ്ണത നിറഞ്ഞു നിന്ന ആ തല, തീർച്ചയായിട്ടും ആ തല കുത്തിയ 3 സ്ഥലങ്ങളിലും 3 അരുവികളുണ്ടായി. ആ 3 അരുവികളും ഇപ്പോഴും ചില്ലിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ത്രേ ഫോന്താനെ എന്നാണ്. 3 ഫൗണ്ടെയിൻസ്, 3 ഫൗണ്ടെയിൻസ് ഉണ്ടായ സ്ഥലം. ഓരോ സ്ഥലത്തും ആ 3 തലയുടെ ചിഹ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതം എനിക്ക് എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവാണ്, മരണം എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ടുള്ള അത് നേട്ടമാണെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹ, ആ തീഷ്ണതയിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹായുടെയും വിശുദ്ധ പത്രോസ്ലീഹായുടെയും മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.